Hi all, welcome to Study Scale. Today's topic is chemical reactions. So, നിങ്ങൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ മിക്കവാറും നിങ്ങൾ ഇപ്പോൾ സയൻസ് പഠിച്ചിട്ട് വന്ന് നിൽക്കുന്ന കുട്ടികൾക്കെല്ലാം നമുക്കറിയാവുന്നൊരു ടോപ്പിക്കാണ് കെമിക്കൽ റിയാക്ഷൻസ്. സോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് നമ്മൾ പണ്ട് മുതൽ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ 9th ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഫിസിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഫിസിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും, ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, കെമിക്കൽ ചേഞ്ചസും ഉണ്ടാവും. അപ്പോൾ അതിൽ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുക എപ്പോഴും ഇതൊരു പെർമനൻറ്റ് ചേഞ്ചാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പെർമനൻറ്റ് ചേഞ്ചാണ്. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു വുഡൻ പീസ് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആഷസ് കിട്ടും. അപ്പോൾ ഇതെന്താ? അതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ഈ കെമിക്കൽ അതായത് ഈ ആഷസിനെ തിരിച്ച് നമുക്ക് എന്താക്കാൻ പറ്റില്ല, തിരിച്ച് ആ വുഡൻ പീസായിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് എല്ലാ ചേഞ്ചസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ടാണെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക, നമുക്ക് രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് പാർട്സ് ഉണ്ട്. ഒന്ന് റിയാക്റ്റൻസ് എന്ന് നമ്മൾ പറയും. ഓക്കെ ആണോ? റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് നമുക്ക് എന്തിനെ തരണം? പ്രോഡക്ട്സ് ഫോം ചെയ്യിക്കണം. ഓക്കെ അല്ലേ? കെമിക്കൽ റിയാക്റ്റൻസ് ഉണ്ടാവും, അത് കെമിക്കൽ സബ്സ്റ്റൻസ് തന്നെയാണ്. ഇവർ റിയാക്ട് ചെയ്ത് നമുക്ക് എന്തിനെ തരണം? പ്രോഡക്ട്സിനെ ഫോം ചെയ്യിക്കണം, കെമിക്കൽ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ എന്നതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്താണ്, റിയാക്റ്റൻസ് നമുക്കൊരു പ്രോഡക്റ്റിനെതിരെ ഒരു പെർമനൻറ്റ് ചേഞ്ച് ആണ് എന്നുകൂടെ മനസ്സിൽ ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ അല്ലേ. സോ നോക്കി, കെമിക്കൽ റിയാക്ഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ചേഞ്ചസ് വൺ ഓർ മോർ സബ്സ്റ്റൻസ് ഇൻ ടു ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ്. Right? In this process, chemical bonds between atoms are broken and new bonds are formed. അപ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓൾറെഡി അതിനകത്തുള്ള ചില കെമിക്കൽ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ബോണ്ട് ഫോർമേഷൻ അവിടെ നടക്കും. ഓക്കെ അല്ലേ? ജസ്റ്റ് നിങ്ങൾ തൽക്കാലം ഇങ്ങനെ ഒരു ഐഡിയയിൽ വെക്കുക. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ളത് പറയുമ്പോൾ ഈ ബോണ്ട് ഫോമിങ്ങും ബോണ്ട് ബ്രേക്കിങ്ങും ഒക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളതിനകത്ത് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ ആണേ? ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്കൊരു കെമിക്കൽ റിയാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ പറയുക. ഓക്കെ ആണോ? അതായത് ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് വരാം അല്ലേ? അതായത് സോളിഡ് സ്റ്റേറ്റിലുണ്ടായിരുന്ന ഒരു സബ്സ്റ്റൻസ് ആവാം, അവരെങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടാവാം, ഒന്നുകിൽ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ ആണോ? അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലിരുന്ന ഒരു സബ്സ്റ്റൻസ് എന്തിലേക്ക് മാറിയിട്ടുണ്ടാവാം? അയാൾ സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടാവാം. ഓക്കെ ആണോ? അപ്പോൾ ഇത് സ്റ്റേറ്റിലുണ്ടാകുന്ന ചേഞ്ചിനെ നമുക്ക് എങ്ങനെ പറയാം? ഒരു കെമിക്കൽ, ഇവിടെ ഓർത്തോണം, ഇപ്പോൾ നിങ്ങൾ ഒരു ഐസ് മോളിക്യൂൾസിനെ ഐസിൻ്റെ ഒരു ഇതെടുത്തിട്ട് നമ്മളൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ അതിനെ മെൽറ്റ് ചെയ്ത് വാട്ടർ ആക്കുക. പക്ഷേ ഈ ഐസ് ക്യൂബ് വാട്ടറായിട്ട് മെൽറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരിക്കലും ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ല. അതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ സ്റ്റേറ്റുകൾക്കുണ്ടാകുന്ന ചേഞ്ചുകൾ മാത്രമല്ല. ഇങ്ങനൊരു സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടാവുകയും എന്നാൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതുമായിരിക്കണം. അതാണ് നമ്മൾ കെമിക്കൽ. അപ്പോൾ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. എല്ലാ റിയാക്ഷനും സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇപ്പോൾ ഗേഷ്യസ് റിയാക്റ്റൻറ്റുകളാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് കരുതുക, നമുക്ക് ഗേഷ്യസ് പ്രോഡക്റ്റുകളായിരിക്കാം മോസ്റ്റ് കേസുകളിലും കിട്ടുക. അപ്പോൾ അത് എന്താവാം? അത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിനകത്ത് എല്ലായ്പ്പോഴും ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്യാം. ഇനി ചേഞ്ച് ഇൻ കളറാണ് അല്ലേ? ഇപ്പോൾ ചില വൈറ്റ് കളേർഡായിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഫോം ചെയ്യാം, അല്ലെങ്കിൽ പർപ്പിൾ കളറിലുള്ള സബ്സ്റ്റൻസുകൾ വൈറ്റ് കളറായിട്ട് മാറാം. എക്സാമ്പിൾ KMnO4 ഒക്കെ റിയാക്ട് ചെയ്തിട്ട് കളർലെസ് ആയിട്ട്, അതായത് വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ എന്താണ്? അത് ചേഞ്ച് ഇൻ കളറിൻ്റെ കാറ്റഗറിയാണ്. ഇനി എവല്യൂഷൻ ഓഫ് ഗ്യാസ് പറയാം. എവല്യൂഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങൾ പഠിച്ചേക്കുന്നത്, ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ 9th ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡാണ് എന്ന് കരുതുക. ഓക്കെ അല്ലേ? മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്. മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോൾട്ട് ഫോം ചെയ്യാം, പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യാം.
അല്ലേ? ഹൈഡ്രജൻ എന്തായിട്ട് വരാം? ഗ്യാസ് ആയിട്ട് ഇവോൾവ് ചെയ്യാം അല്ലേ? അപ്പോൾ അതിനകത്തുനിന്ന് ഗ്യാസ് പുറത്തേക്ക് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഓക്കെയാണ്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗ്യാസിനെ ഇവോൾവ് ചെയ്യുക, എവല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ? ദെൻ ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരാം. ഓക്കെയാണ്. ടെമ്പറേച്ചറിൽ ചേഞ്ച് വരാം. അതായത് ചില റിയാക്ഷൻസ് ഉണ്ട്, അത് ആ റിയാക്ഷൻ നടക്കുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റിനെ അത് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ചില കേസുകളിൽ ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചറും ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. രണ്ട് ഡിഫറൻറ്റ് സബ്സ്റ്റൻസുകളെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനകത്ത് നമുക്ക് എന്ത് വരാം? ഒരു സോളിഡ് ഫോർമേഷൻ ഉണ്ടാവും. അതിനകത്ത് തന്നെ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ ടെസ്റ്റ് ട്യൂബിനകത്ത് തന്നെ നമുക്കിത് അൺഡിസോൾവ്ഡ് ആയിട്ട് ഫോം ചെയ്യും. ഇവരെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത്. ഇതെല്ലാം ആ റിയാക്ഷൻസ് ഞാൻ ജസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നേ ഉള്ളൂ. നമ്മൾ ഓരോരോ റിയാക്ഷൻസ് നമ്മൾ എടുത്ത് പറയുമ്പോൾ ഇതിനെല്ലാ എക്സാമ്പിളുകൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെയാണേ? ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്.